രാഹുൽ ഗാന്ധി രാമക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പരന്നു. ഈ സന്ദർഭത്തിൽ ജ്യോതിർമഠ് ശങ്കരാചാര്യയും അതേപോലെ സന്യാസിയുമായ ശ്രീ അവിമുക്തേശ്വരാനന്ദ സ്വാമികൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. സ്വാമിജി പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ഹിന്ദുവല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധന നടത്താനും ഒന്നുമുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. പക്ഷേ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള ഒന്നാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ പ്രവേശിക്കാം, ആരാധിക്കാം, പ്രാർത്ഥന നടത്താം, എല്ലാം ചെയ്യാം. വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പൂജിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ ഒരു അഹിന്ദുവാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നതോ തടയുന്നതോ ശരിയല്ല. BJPയുടെ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഇത് വരാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനും താനും ഒരു രാമഭക്തനാണെന്നൊക്കെ വരുത്തി തീർക്കാനും അതുപോലെ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ ഞാനും ഞങ്ങളുടെ പാർട്ടിയുമൊക്കെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നുമൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു കുൽസിത ശ്രമം മാത്രമാണെന്നുള്ളതാണ്. ഏതായാലും അതും പൂർണ്ണമായും ശരിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും മാനസാന്തരം വരാം. രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമൊക്കെ അറിയാം അവിടെ രാമക്ഷേത്രം നിന്നിരുന്നതാണ്, അത് പൊളിച്ച് മസ്ജിദാക്കിയതാണ്, അത് പൊളിച്ചാണ് വീണ്ടും ക്ഷേത്രമാക്കിയത്. മാത്രവുമല്ല മസ്ജിദ് പണിയുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥലവുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പം ഈ സന്ദർഭത്തിൽ എനിക്ക് മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, കോൺഗ്രസ്സുകാർ നിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പല ഗിമ്മിക്കുകളും കാണിക്കും. അതിലൊന്നായിരുന്നു ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് മൂലം ഇന്ത്യയുടെ മതേതരത്വം തകർന്നു, ഇവിടുത്തെ ജനാധിപത്യം തകർന്നു, ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ വളരെ ആശങ്കയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നതിന് അത് ഇടയാക്കി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മുസ്ലിങ്ങൾ ആരാധിച്ചു വന്നിരുന്നൊരു സ്ഥലവുമായിരുന്നില്ല ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. ഏതാണ്ട് വളരെയേറെ കാലം എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ രാമക്ഷേത്ര നിർമ്മാണവും അതിന് കൂടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം ഹിന്ദുക്കളുടെ മനസ്സിൽ BJPയുടെ അഭൂതപൂർവമായ ബഹുമാനവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് ഈ രാമക്ഷേത്ര നിർമ്മാണം ഒരു വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നവരല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി വരുന്നത്. ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർത്ത് നടത്തിയ പ്രചരണങ്ങളെല്ലാം കാപട്യമായിരുന്നു എന്നുള്ള വസ്തുത മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിൽ നിങ്ങൾ വീഴരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.